നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ മൊഴികളിൽ വ്യക്തത വരാത്ത സാഹചര്യത്തിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇത് മൂന്നാം തവണയാണ് വീണയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. 2 തവണ ചോദ്യം ചെയ്തിട്ടും വീണയുടെ മൊഴികളിൽ വ്യക്തത വന്നിട്ടില്ല എന്നാണ് ED സംഘം വ്യക്തമാക്കിയത്. 2.78 കോടി രൂപയുടെ വിനിയോഗത്തിലടക്കം വ്യക്തത വരാത്ത സാഹചര്യത്തിലും CMRL ഉന്നതരുടെ മൊഴികളും വീണയുടെ മൊഴികളും തമ്മിൽ എന്ത് ചെയ്യുന്നു, പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലെത്തിയത്. ചോദ്യം ചെയ്യലിനായി വീണയോട് അടുത്തയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. CMRL ഉന്നതരെയും വീണ്ടും ചോദ്യം ചെയ്യും. വീണയുടെ സ്വത്തുക്കൾ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ ED ശേഖരിച്ചു വരുന്നുണ്ട്. കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ED. വീണയും CMRLും തമ്മിൽ കരാർ തരപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ള അന്വേഷണവും ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് CMRLന് എന്തെങ്കിലും ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടോ എന്നും അതിന്റെ പ്രത്യുപകാരമാണോ കരാറെന്നും പരിശോധിച്ചു വരികയാണ്. ഇന്നലെയായിരുന്നു വീണയുടെ 2ാം ഘട്ട ചോദ്യം ചെയ്യൽ. 9 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നിരുന്നു. SFIOയിൽ നിന്നും ശേഖരിച്ച നിർണായകമായ രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത്. 134 രേഖകളാണ് EDക്ക് SFIOയിൽ നിന്നും ലഭിച്ചത്. വീണയും എക്സാലോജിക്കും CMRLുമായി ഉണ്ടാക്കിയ കരാറുകളും വീണയുടെ IT റിട്ടേണിംഗ് വിശദമായ മൊഴിപ്പകർപ്പും എന്നിവ അതീവ രഹസ്യ രേഖകളാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൈകളിലും എത്തിയിരിക്കുന്നത്. വീണയുടെ HDFC ബാങ്കിലെ ലോക്കർ ED ഉദ്യോഗസ്ഥർ തുറന്നു പരിശോധിച്ചിരുന്നു. നേരത്തെ ഈ അക്കൗണ്ട് ED മരവിപ്പിച്ചിരുന്നു. പിന്നാലെയായിരുന്നു വീണയെ ബാങ്കിൽ വിളിച്ചു വരുത്തിയുള്ള പരിശോധന നടന്നത്. ഇതിന് പിന്നാലെ 2ാം വട്ടം ചോദ്യം ചെയ്യലിനായി വീണ്ടും ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED വീണയ്ക്ക് സമൻസ് അയക്കുകയായിരുന്നു. നേരത്തെ CMRL MD ശരൺ S കർത്തയെയും ജയ S കർത്തയെയും ED ചോദ്യം ചെയ്തിരുന്നു. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് ജയ. എംപവർ വീണയ്ക്ക് 2 തവണയായി 50 ലക്ഷം രൂപ വായ്പ അനുവദിച്ചിരുന്നു. ആദ്യ തവണ തിരിച്ചടവ് മുടങ്ങിയിട്ടും വീണ്ടും വായ്പ അനുവദിച്ചു എന്നാണ് കണ്ടെത്തൽ. ഇതു സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനായാണ് ചോദ്യം ചെയ്യൽ. ശശിധരൻ കർത്തയുടെ മകൾ ഷിബി S കർത്തയെയും ED ചോദ്യം ചെയ്തിരുന്നു. CMRLുമായി ബന്ധമുള്ള നിപുണ ഇന്റർനാഷണൽസിന്റെ പ്രധാന ചുമതല കൂടി വഹിക്കുന്നുണ്ട്. ED രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടികയിലുള്ള സ്ഥാപനമാണ് നിപുണ ഇന്റർനാഷണൽ. CMRL കമ്പനിയും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേസ്. എക്സാലോജിക് നൽകിയ IT സേവനങ്ങൾക്കുള്ള പ്രതിഫലം എന്ന നിലയിൽ 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ CMRL 1.72 കോടി രൂപ നൽകിയെന്നും എന്നാൽ കമ്പനിക്ക് അത്തരം സേവനങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നുമുള്ള ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലാണ് അന്വേഷണങ്ങൾക്ക് ആധാരമായത്. തുടർന്ന് SFIOയിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. പിന്നാലെയാണ് ED കേസ് രജിസ്റ്റർ ചെയ്തതും വീണയെ ചോദ്യം ചെയ്തതും.